നമസ്കാരം, ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന LDC എക്സാമിനും LGSനും ഒക്കെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ആൻസർ ഓപ്ഷൻ എ ആണ് തെക്ക്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് 30. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ത്രികോണാകൃതിയാണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയാണ് ഡെക്കാൻ പീഠഭൂമിക്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗംഗയാണ് ആൻസർ. അപ്പോൾ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഇതിലേതാണ്? ഗംഗ. താപ്തി, സിന്ധു, പെരിയാർ. അതിൽ ആൻസർ ഏതാണ്? ഗംഗയാണ് ആൻസർ. ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ഉച്ചലിതാവൃഷ്ടി. ഉച്ചലിതാവൃഷ്ടിയാണ് ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത ഒരു നദിയാണ് ഗംഗാ നദി. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉച്ചലിതാവൃഷ്ടി എന്ന് അറിയപ്പെടുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്കു ഭാഗത്താണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ആകൃതി ത്രികോണാകൃതിയാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങൾ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ലൂ എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ലൂ. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങൾ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശരേഖയെ അടിസ്ഥാനമാക്കിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. അപ്പോൾ ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശരേഖയെ അടിസ്ഥാനമാക്കിയാണ്? പൂർവ്വ രേഖാംശമാണ് 82 ഡിഗ്രി 30 മിനിറ്റ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 30. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കുഭാഗത്തുള്ള മലനിര ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പൂർവഘട്ടം. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കുഭാഗത്തുള്ള മലനിര ഏതാണ്? പൂർവഘട്ടം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ് ആണ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിൽ ശൈത്യകാലം. അപ്പോൾ ഇന്ത്യയിൽ ശൈത്യകാലം ഏതു മാസമാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ ശൈത്യകാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് എക്കൽ മണ്ണ്. അപ്പോൾ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശരേഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. അപ്പോൾ ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശരേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ്. ഇത്രയൊന്ന് നോക്കാം നമുക്ക്.
ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേയറ്റവും തെക്കേയറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത ഒരു നദിയാണ് ഗംഗ. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉച്ചലിതാവൃഷ്ടി. ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ലൂ. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കുഭാഗത്തുള്ള മലനിര ഏതാണ്? പൂർവ്വഘട്ടം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏതു മാസം മുതലാണ്? ഡിസംബർ മുതൽ ഫെബ്രുവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉത്പാദനക്ഷമത കൂടിയ മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നുപോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 5 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആരവല്ലി പർവ്വതം. അപ്പോൾ ആരവല്ലി പർവ്വതം ഒരു മടക്കുപർവ്വതത്തിന് ഉദാഹരണമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതമാണ് ആരവല്ലി പർവ്വതം. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആനമുടി. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, വൃഷ്ടി പ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്ന പേരാണ് വൃഷ്ടി പ്രദേശം. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതു മാസം മുതലാണ്? ഏതു മാസം മുതൽ ഏതു മാസം വരെയാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം? ആൻസർ ഓപ്ഷൻ ബി ആണ്, മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇന്ത്യയിലെ ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ പ്രധാന മണ്ണിനമേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ പ്രധാന മണ്ണിനമേതാണ്? എക്കൽ മണ്ണാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ബി ആണ്, കന്യാകുമാരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിന്ധ്യ പർവ്വതമാണ്. അപ്പോൾ ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിരയാണ് വിന്ധ്യ പർവ്വതം. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗംഗ. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഇത്രയും നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ഏതാണ്? ആരവല്ലി പർവ്വതം. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? വൃഷ്ടി പ്രദേശം. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? മാർച്ച് മുതൽ മെയ് വരെ. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം ഏതു പേരിൽ അറിയപ്പെടുന്നു? കന്യാകുമാരി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏതാണ്? വിന്ധ്യ പർവ്വതം. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗാ നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കറുത്ത മണ്ണ്. അപ്പോൾ പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? കറുത്ത മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ടൽ വനങ്ങൾ. അപ്പോൾ പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എവിടെയാണ്? കണ്ടൽ വനങ്ങളാണ്.
ഫ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നർമ്മദ നദി. ഫ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ നദി. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗംഗയും ബ്രഹ്മപുത്രയും. അപ്പോൾ സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത ഏത്? NH 744 ആണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. അപ്പോൾ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? NH 744 ആണ്. അടുത്തത് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വയനാടാണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പാലക്കാടാണ്. അപ്പോൾ കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഗായ്മുഖ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗംഗ. അപ്പോൾ ഗായ്മുഖ് ഏത് നദിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗംഗ. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് കാൽബൈശാഖി. അപ്പോൾ പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴയാണ് ഏത്? കാൽബൈശാഖി. നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏതാണ്? നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രമാണ് ഏത്? അറബിക്കടൽ. അപ്പോൾ നർമ്മദയും താപ്തിയും ഒഴുകിയെത്തുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത്ര നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഫ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? NH 744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട്. ഗായ്മുഖ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗംഗ. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? കാൽബൈശാഖി. നർമ്മദ താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏതാണ്? അറബിക്കടലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപം മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഉത്തരമഹാസമതലമാണ്. ആൻസർ ഉത്തരമഹാസമതലം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഉത്തരമഹാസമതലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡെക്കാൻ പീഠഭൂമിയാണ്. അപ്പോൾ വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി. മണികരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? മണികരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ഹിമാചൽ പ്രദേശ് ആണ്. അപ്പോൾ മണികരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹിമാചൽ പ്രദേശ്. താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വത നിരക്ക് ഉദാഹരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വത നിരക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബിയും സിയുമാണ്. അറ്റ്ലസും ആൽസുമാണ്. അപ്പോൾ മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസും ആൽസും. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് മലവെള്ളപ്പാച്ചിൽ. അപ്പോൾ കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് ഏത്? മലവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതാണ്?
ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? അലൂമിനിയം, സിലിക്കയുമാണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കളാണ് അലൂമിനിയവും സിലിക്കയുമാണ് ഭൂമിയുടെ ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ. എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിസംബർ 5. എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 5 ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാലക്കാട്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലഡാക്ക് സസ്കർ ആണ് തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്കു ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ സിവാലിക്. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്കു ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സിവാലിക്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിഴിഞ്ഞം. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാവേരി. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരി നദിയാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഒന്നുകൂടി നോക്കാം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? കാവേരി. ഇന്ത്യയിൽ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ലഡാക്ക് സസ്കർ. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്കു ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? സിവാലിക്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കി. എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതാണ്? അലൂമിനിയം, സിലിക്കയുമാണ്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. മലവെള്ളപ്പാച്ചിലാണ് കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം. മടക്കു പർവ്വതനിരയ്ക്ക് ഉദാഹരണങ്ങളാണ് അറ്റ്ലസും ആൽപ്സും. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളിൽ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗത്തെ ഉത്തരമഹാസമുദ്രം എന്ന് പറയുന്നു. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണേത്? ഡെക്കാൻ പീഠഭൂമി. മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശിലാണ്. അടുത്തത്, വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചെടുക്കുന്ന വിസ്തൃതമായ ഭൂഭാഗം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഗായമുഖ് ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗായമുഖ് ഗംഗാ നദിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? കാൽബൈശാഖി. നർമ്മദ, താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏതാണ്? അറബിക്കടലാണ്. അടുത്തത്, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? NH 744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല? പാലക്കാട്. പ്രംശ താഴ്വരയുടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി? നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനും ഏതാണ്? കറുത്ത മണ്ണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. പശ്ചിമ ബംഗാളിൽ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം ഏതാണ്? കണ്ടൽ വനങ്ങളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന വിന്ധ്യാപർവ്വതമാണ്. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗാ നദി. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ഉഷ്ണകാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ നമ്മൾ എന്തു പറയുന്നു? വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നു. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതമാണ് ആരവല്ലി പർവ്വതം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖയാണ് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനമേത്? എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ശൈത്യകാലമാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ.
സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കുഭാഗത്തുള്ള മലനിരയാണ് പൂർവ്വഘട്ടം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശരേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ലൂ എന്ന് അറിയപ്പെടുന്നു. ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉച്ചലിതാ വൃഷ്ടി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത ഒരു നദിയാണ് ഗംഗാ നദി. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം 30 ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.